ഹായ് ഹലോ മോംസ് വീട്ടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ നല്ല ടേസ്റ്റിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ പാത്രത്തിന് ഒരു പാത്രം പരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു പാത്രം കേട്ടോ. അത് നമുക്ക് നല്ലപോലെ ഒന്ന് ആ പരിപ്പ് മുഴുവൻ നല്ലപോലെ ഒരു 3-4 വെള്ളം ഒന്ന് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം നമുക്കത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പരിപ്പിട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അടപ്പിലുണ്ട്, കുക്കറിൻ്റെ അടപ്പില്ലേ, അതിനകത്തൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഏത് ഓയിലായാലും കുഴപ്പമില്ല, അത് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ തിളച്ചിട്ട് ഇത് പുറത്ത് വന്ന് നമ്മുടെ കുക്കറൊന്നും ഇങ്ങനെ വൃത്തികേടാവത്തില്ല. അപ്പോൾ അതും ഒന്ന് എടുത്ത് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ചുമന്നുള്ളി എടുത്ത് വെച്ചിട്ട് ഉണ്ടായിരുന്നു, മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ ഒരു 10-15 ചുമന്നുള്ളിയും കൂടെ ഈ സമയം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് കുക്കർ മൂടി അടച്ച് ഒരു 2 വിസിൽ അടുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ 2 വിസിൽ അടുപ്പിച്ച് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു കത്തിരിക്ക അല്ലെങ്കിൽ വഴുതലങ്ങ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഒരു അല്പം വെള്ളരിക്കയും ഒരു ചെറിയ പീസ് മത്തനും അതുപോലെ തന്നെ പകുതി മുരിങ്ങക്കോലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെജിറ്റബിൾസ് എല്ലാം നമുക്ക് കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് തുറന്ന് വെച്ച് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം തിള വന്നിട്ടുണ്ട്. നല്ലപോലെ വെജിറ്റബിളെല്ലാം ഒന്ന് വെന്ത് വരണം. അപ്പോൾ ഈ സമയം ഞാൻ ഈ കുക്കർ മറ്റൊരു അടുപ്പിലേക്ക് മാറ്റിയിട്ട് നമുക്കിതിനുള്ള അരപ്പൊക്കെ ഇനി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ മറ്റേ കുക്കറിലിരുന്ന് വേകുന്ന സമയം കൊണ്ട് അരപ്പ് ഇവിടെ റെഡിയാകുകയും ചെയ്യും. അപ്പോൾ അതിനായിട്ട് ഞാൻ അടുപ്പത്തൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊരു 3 ടീസ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം 1/2 ടീസ്പൂണ് കടുക്, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ഉലുവയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും നല്ലതുപോലെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം 1-2 ചുമന്ന മുളകും 2 തണ്ട് കറി ലീഫും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്തതിന് ശേഷം ഒരു 3 അല്ലി വെളുത്തുള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിക്കാം. അതിലേക്ക് തന്നെ നമുക്ക് ഒരു ചെറിയ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സമയം നമുക്ക് ഈ സവാള വഴന്ന് കിട്ടാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പരിപ്പിൽ ഒരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ ഒന്ന് വാടി വരുന്ന സമയം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിറച്ചെടുത്തിട്ടില്ല കേട്ടോ. 1 ടീസ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 1.5 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് സാമ്പാർ പൊടി. ഇതും കൂടെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ പച്ചമണം എല്ലാം പോയി ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടണം. മൺചട്ടി ആയതുകൊണ്ട് സൂക്ഷിച്ച് വേണം ചെയ്യാൻ. തീ ഈ സമയം സിമ്മിലാക്കി ഇടുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ പൊടിയെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ ഇത് ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറി നല്ലപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, പിഴിപുളി. അതും കൂടെ നമുക്കിതിലേക്കൊന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളി ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടെ നമുക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 വെണ്ടയ്ക്ക കട്ട് ചെയ്തും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും പരിപ്പുമൊക്കെ അല്ലേ, അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മുടെ പച്ചക്കറിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി, പഴുത്ത തക്കാളിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി ഇളക്കി യോജിപ്പിക്കാം.
അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരല്പം 1 ടീസ്പൂണ് ശർക്കര പൊടിച്ചതും കൂടെ ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സമയം ഉപ്പൊക്കെ നോക്കുക. ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ സാമ്പാറൊക്കെ തിളച്ച് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. അപ്പോൾ മല്ലിയില ഇഷ്ടമില്ലാത്തവർ അത് ഒഴിവാക്കുക. പക്ഷേ എനിക്ക് സാമ്പാറിലൊക്കെ മല്ലിയില ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു സാമ്പാറാണ്. അപ്പോൾ ഇതിൽ നെയ്യൊക്കെ ചേർത്ത് കഴിക്കുന്ന ഇഷ്ടമുള്ളവരുണ്ടല്ലോ, അങ്ങനെ ഉള്ളവരാണെങ്കിൽ ഒരല്പം നെയ്യ് കൂടെ ഇറക്കുന്ന സമയം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഞാനിവിടെ നമ്മുടെ സാമ്പാർ വാങ്ങി വെച്ച് തണുത്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി കിടിലനൊരു സാമ്പാർ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉറപ്പായി നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നാളെ ഇതേ സമയം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും ബൈ.